വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്രയാണ്? എ 10 രൂപ, ബി 20 രൂപ, സി 100 രൂപ. ആൻസർ എ 10 രൂപ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? എ 2005 ഡിസംബർ 19, ബി 2005 നവംബർ 17, സി 2005 ഒക്ടോബർ 15. ആൻസർ എ ആണ് 2005 ഡിസംബർ 19. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? എ മുഖ്യമന്ത്രി, ബി രാഷ്ട്രപതി, സി ഗവർണർ. ആൻസർ സി ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി എത്രയാണ്? എ 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം, ബി 70 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം, സി 65 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം. ആൻസർ എ 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? എ സംസ്ഥാന ഗവൺമെൻറ്റിന്, ബി ഗവർണർക്ക്, സി രാഷ്ട്രപതിക്ക്. ആൻസർ ബി ഗവർണർക്ക്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കു മുമ്പിലാണ്? എ സംസ്ഥാന ഗവൺമെൻറ്റിന്, ബി ഗവർണർക്ക്, സി രാഷ്ട്രപതിക്ക്. ആൻസർ എ സംസ്ഥാന ഗവൺമെൻറ്റിന്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കാൻ സാധ്യതയില്ലാത്തത് ഏതിനാണ്? എ ഡിജിറ്റൽ രൂപത്തിലുള്ള ഡാറ്റകൾ, ബി സർക്കാർ ഓഫീസുകളിലെ ലോഗ് ബുക്ക്, സി രാജ്യരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ആൻസർ സി രാജ്യരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ഏതാണ്? എ വിധവകൾ, ബി സീനിയർ സിറ്റിസൺ, സി BPL വിഭാഗത്തിൽപ്പെട്ടവർ. ആൻസർ സി BPL വിഭാഗത്തിൽപ്പെട്ടവർ. സാധാരണഗതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ മറുപടി ലഭിക്കേണ്ട കാലാവധി എത്രയാണ്? എ 15 ദിവസം, ബി 30 ദിവസം, സി 45 ദിവസം. ആൻസർ ബി 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട മറുപടി യഥാസമയം ലഭ്യമാക്കാതിരുന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞതും പരമാവധിയുമായ പിഴ എത്രയാണ്? എ 250 രൂപ മുതൽ 2000 രൂപ വരെ, ബി 250 രൂപ മുതൽ 20,000 രൂപ വരെ, സി 250 രൂപ മുതൽ 25,000 രൂപ വരെ. ആൻസർ സി 250 രൂപ മുതൽ 25,000 രൂപ വരെ.